ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടതുപോലെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ റൂംമേറ്റായിട്ട് ഒരു പയ്യനായിട്ട് ഇങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഭയങ്കര ഇതായിട്ടുള്ള ഒരു സംഭവമായിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ റൂംമേറ്റ്സിനെ കുറച്ച് ആവശ്യമായിരുന്നു. റൂംമേറ്റിന് ആവശ്യമാണെന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ റൂംമേറ്റായിട്ട് വന്നതാണ്. റൂംമേറ്റായിട്ട് വന്നിട്ട് പുള്ളിക്കാരെ ഇവിടെ വന്ന് ഞങ്ങൾ 3 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ കയ്യിൽ ആദ്യം അഡ്വാൻസ് തരാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ചോദിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം വീട്ടിലെന്തോ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, ബാഗ് എടുത്ത് ഒരൊറ്റ പോക്ക് വൈകിട്ട് അതങ്ങനെ ഒരു ഇതായിട്ട്. എന്നിട്ട് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഇല്ല, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇല്ലായിരുന്നു. സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അത്ര നോക്കിയ സമയത്ത് ആദ്യം ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും എടുത്തോണ്ട് പോയതായിട്ടോ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല. അവസാനം ജോലിക്ക് പോകേണ്ട ദിവസം ആയപ്പോഴത്തേക്ക് ഷൂസ് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് ഷൂസ് കാണാനില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങനെ വിളിച്ച് നോക്കിയിട്ട് അതൊക്കെയല്ല. പിന്നെ എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തു. ചെയ്തിട്ട് പാട്ട് കേൾക്കണമല്ലോ, പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെഡ്സെറ്റ് നോക്കിയപ്പോഴത്തേക്കുണ്ട് എൻ്റെ ഹെഡ്സെറ്റും കാണാനില്ല. എൻ്റെ ബ്ലൂടൂത്ത് ഇയർബഡ്സ് അതും അടിച്ച് വരിക്കൊണ്ട് പോയി. പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി പറയുക പുള്ളി അങ്ങനെ എടുത്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര റീസൺസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എടുത്തിട്ടില്ല, അതിവിടെ തന്നെ കാണും, അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എടുക്കത്തില്ലേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്ക്. അത് നമ്മളിപ്പോൾ അങ്ങ് നിന്നാലും പുള്ളി അവനെ എടുത്ത് മാറ്റാവുന്നല്ലേ ഉള്ളൂ. പറഞ്ഞു വിശ്വസിക്കുന്നതിൻ്റെ ഒരു പാടില്ലേ. എന്ത് ആവശ്യത്തിനാണെന്ന് അറിയത്തില്ല ഇങ്ങനെ വന്നിട്ട് നമ്മളോടൊരു ചെറ്റത്തരം കാണിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ ഇറന്ന് തിന്നുന്നവനെ തുറന്ന് തിന്നാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ്. പുള്ളി ഇവിടെ ഉള്ള നാട്ടുകാരനല്ല, പുള്ളി കാസർഗോഡാണ്. പുള്ളിക്ക് ഇവിടെ ഒരു ജോബ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി റൂമിനേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഒരു ഇത് കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അഡ്വാൻസ് തരാനായിട്ട് ആദ്യം പുള്ളിയുടെ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ 3 ദിവസത്തിനത് തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പുള്ളി ഇങ്ങനെ വന്നതും. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചതിൻ്റെ ബാക്കിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടെല്ലാം ഇങ്ങനെ ഒറ്റ പോകോട്ട് പോയത്. അതിൽ നമ്മളെ അത്രയ്ക്ക് ആവശ്യം മേടിച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഇയർബഡ്സ് ആയാലും എന്തൊക്കെ ആയാലും എൻ്റെ പല സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോയെന്ന് വിചാരിച്ച് ബാഗ് കൊണ്ട് എന്തോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. എന്താണ് ഇങ്ങനെ നമ്മൾ വിശ്വാസം നിർത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകേണ്ടത് ശരിയല്ല. ഒന്നുകിൽ എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പൈസ കൊടുത്ത് മേടിക്കണം. അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കേസൊന്നുമല്ല. പക്ഷേ പുള്ളിയെ വിളിക്കുമ്പോഴേ പുള്ളി വിദഗ്ധമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടില്ലടാ, ഞാൻ സത്യമായിട്ട് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, ഞാൻ എടുത്തെങ്കിൽ പറയത്തില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, വേണമെങ്കിൽ വന്ന് നോക്ക് എവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവനെ കരുതി കാസർഗോഡ് വരെ പോകണം. ഒരു ഷൂസും എൻ്റെ ഒരു ബ്ലൂടൂത്ത് ഇയർബഡ്സും കൂടെ നോക്കിയിട്ട് നമ്മൾക്ക് അതൊക്കെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് മേടിക്കുന്നത് തന്നെ. അതിനെയാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അതാണ് ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ആശിച്ച് മേടിക്കുന്ന സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാവത്തില്ലേ? അത് തന്നെയാണ്. നമുക്ക് നല്ല കമ്പനി ആയിട്ടുള്ളൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പുള്ളിയെന്ന് പറയുമ്പോൾ ഒരു 3 ദിവസം ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തോട്ട് പോകണത് അത് മോശമാണെന്നല്ലത് എന്താ പറയുക. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചെന്നുണ്ടെങ്കിൽ ഷൂസ് കാണുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഓണറിൻ്റെ ഒരു നായയുണ്ട്. ആ നായായിട്ട് എടുത്ത് താഴെയിട്ട് കൊണ്ട് കടിച്ചു കൊണ്ടിട്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി. പക്ഷേ ആ സംഭവം അവിടെ ഇല്ല. അവിടെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കാണുമായിരുന്നു, കാരണം കോമ്പൗണ്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇല്ല, അങ്ങനെ എടുക്കത്തുമില്ല. ഞങ്ങൾ ചെറിയ ഡൗട്ട് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പം മനസ്സിലായി പുള്ളിക്കാരൻ തന്നെയാണ് എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഇയർബഡ്സ് എടുത്തുകൊണ്ട് കൊണ്ട് പക്ഷേ നായിക ആവശ്യമില്ലല്ലോ, ഇവനെടുത്തുകൊണ്ട് പോയതാണ്. ഞങ്ങളിവിടെ അത്രയും നോക്കിയിട്ട് കാണാനില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റൂംമേറ്റായിട്ട് ഇങ്ങനെ പോകുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അല്ല, കമ്പനി ആയിട്ടുള്ളവർ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഓക്കെ ആയിട്ട് ഞാൻ എടുക്കുക. നമുക്കെല്ലാവരും വിശ്വസിക്കാനും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും ഇതുപോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചേക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടാറ്റാ.